ഹായ് എവ്രി വൺ. ഇംഗ്ലോട്ട് നോട്ട്സിൻ്റെ ഏറ്റവും പുതിയ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പലതവണ വന്നിട്ടുള്ള ചില ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ദ ടോപ്പിക് നമ്പർ 1 എന്യൂമറേഷൻ ഓഫ് വർക്ക്, ദെൻ ഡീസെൻറ്റ് വർക്ക്, ദ തേർഡ് വൺ സെക്ഷൽ ഹറാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ്. ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ്, ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ടോപ്പിക്കുകളും 1 by 1 ആയിട്ട് നോക്കാം. എന്യൂമറേഷൻ ഓഫ് വർക്ക്. Enumeration of work refers to the systematic collection and listing of information about people engaged in economic activity. അപ്പം എന്യൂമറേഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ഡാറ്റ കളക്ഷൻ ആണ്. ആരെക്കുറിച്ചുള്ള ഡാറ്റ കളക്ഷനെയാണ്? എബൌട്ട് പീപ്പിൾ എൻഗേജ്ഡ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റി. അപ്പം എക്കണോമിക് ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളുടെ ഇൻഫോർമേഷൻ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് കളക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്യൂമറേഷൻ ഓഫ് വർക്ക്. അപ്പം ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ജോബ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഇൻഫോർമേഷൻ സിസ്റ്റമാറ്റിക് ആയിട്ട് കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്യൂമറേഷൻ ഓഫ് വർക്ക്. In India, government has been trying to estimate economically active population through the Census of India and National സാമ്പിൾ സർവേ. അല്ലേ? അപ്പം നമുക്ക് കാണാം, ഇന്ത്യ ഗവൺമെൻറ് റെഗുലറായിട്ട് ഇത്തരത്തിൽ എക്കണോമിക് ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജോബിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളുടെ ലിസ്റ്റുകൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാറുണ്ട്. അല്ലേ? അപ്പം ഏതൊക്കെ രൂപത്തിലാണ് ഇത് സാധാരണ ഇന്ത്യ ഗവൺമെൻറ് കളക്ട് ചെയ്യാറുള്ളത്? ത്രൂ ദി സെൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് നാഷണൽ സാമ്പിൾ സർവേ. അപ്പോൾ ഈ 2 രൂപത്തിലാണ് ഇത്തരത്തിൽ എക്കണോമിക് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാറുള്ളത്. അല്ലേ? നോക്കൂ, ദ കോൺസെപ്റ്റ് ഓഫ് വർക്ക് വാസ് ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1961 സെൻസസ് ആൻഡ് ഇൻക്ലൂഡഡ് ദ പീപ്പിൾ എൻഗേജ്ഡ് ഇൻ സോഷ്യലി പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി വെദർ ദേ ഏൺ ഇൻകം ഓർ നോട്ട്. അല്ലേ? അപ്പം നമുക്ക് കാണാൻ സാധിക്കും, വർക്കർ എന്ന ഈ ഒരു വർക്ക് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ വർക്കർ എന്ന ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1961 സെൻസസിലാണ്. അല്ലേ? അപ്പം അതിൽ വർക്കർ എന്ന് പറയുന്നത് ആരാണ്? ദോസ് ഹൂ എൻഗേജ്ഡ് ഇൻ സോഷ്യലി പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി. അല്ലെ? സൊസൈറ്റിയിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രൂപത്തിൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ വർക്കറായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അല്ലേ? വെദർ ദേ ഏൺഡ് ഇൻകം ഓർ നോട്ട്. അല്ലേ? അവരുടെ ഒരു ആക്ടിവിറ്റീസിന് ഇൻകം ഉണ്ടോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വിഷയമല്ല. സോഷ്യലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അവരൊക്കെ 1961 സെൻസസിൽ വർക്കറായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അല്ലേ? ഇനി നോക്കൂ, നിങ്ങൾ ഇവിടെ എന്താ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഇഷ്യൂ എന്താ നോക്കൂ നിങ്ങൾ. ഹൗ അവർ ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് പോയിന്റഡ് ഔട്ട് ദാറ്റ് ദ എക്സിസ്റ്റിംഗ് ഡാറ്റ കളക്ഷൻ സിസ്റ്റം ഫെയിൽഡ് ടു റെക്കഗ്നൈസ് ദി ഫുൾ കോൺട്രിബ്യൂഷൻ ഓഫ് വിമൻസ് വർക്ക്. അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞു, സിസ്റ്റമാറ്റിക് ആയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യാറുണ്ട്? ഈ സോഷ്യൽ ആക്ടിവിറ്റീസിലും എക്കണോമിക് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന ആളുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഒരു ഫെമിനിസ്റ്റ് അല്ലേ, വിമൻസ് റൈറ്റ്സിന് വേണ്ടി എന്ത് ചെയ്യുന്ന സ്റ്റാൻഡ് ചെയ്യുന്ന ആളുകൾ, ഫെമിനിസ്റ്റുകൾ പറയുന്നത് എന്താ? പോയിന്റ് ഔട്ട് ദാറ്റ് എക്സിസ്റ്റിംഗ് ഡാറ്റ കളക്ഷൻ സിസ്റ്റം ഫെയിൽ ടു റെക്കഗ്നൈസ് ദ ഫുൾ കോൺട്രിബ്യൂഷൻ ഓഫ് വിമൻസ് വർക്ക്. അപ്പം വിമൻസ് വർക്കിന് എന്ത് ചെയ്യാറില്ല? ഇത്തരത്തിൽ ഈ ഒരു കാറ്റഗറിയിൽ ഉൾക്കൊള്ളിക്കാറില്ല. അല്ലെങ്കിൽ ഈ ഒരു സെൻസസിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ഇൻഫോർമേഷനിൽ വിമൻ്റെ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യാറില്ല? കാണിക്കാറില്ല. അല്ലേ? വിമൻ പെർഫോം പ്രൊഡക്റ്റീവ് റീപ്രൊഡക്റ്റീവ് കമ്മ്യൂണിറ്റി വർക്ക്, ബട്ട് മച്ച് ഓഫ് ദെയർ ലേബർ റിമെയിൻ ഇൻവിസിബിൾ ബിക്കോസ് ഇറ്റ് ഈസ് അൺപെയ്ഡ് ആൻഡ് ക്യാരി ഔട്ട് വിത്തിൻ ദി ഹൗസ് ഹോൾഡ്. അല്ലേ? അപ്പം ഈ വിമൻ പലപ്പോഴും പറയുന്നത് അവർ ഒരുപാട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിലൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? പങ്കെടുക്കുന്നുണ്ട്. അല്ലേ? അപ്പം അവർ നമുക്കാണ് അവർ ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസിൽ വീട്ടിൽ ഒരുപാട് ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നുണ്ട്. അല്ലേ? ഫാമിലിയുടെ ഭാഗമായിട്ടും സൊസൈറ്റിയുടെ ഭാഗമായിട്ടൊക്കെ. പക്ഷേ അതൊക്കെ അൺപെയ്ഡ് ആണ്. അല്ലേ? ഒരിക്കലും തന്നെ അവർക്ക് അതിന് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അല്ലേ? അപ്പം ഒരിക്കലും തന്നെ വിമൻ്റെ ഇത്തരത്തിൽ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്, ചൈൽഡ് റിയറിങ്, അതുപോലെ തന്നെ കുക്കിംഗ്, ഇതൊന്നും ഒരിക്കലും എന്തായി കൺസിഡർ ചെയ്യുന്നില്ല? ഒരു പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു പെയ്ഡ് ആയിട്ട് ജോബായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അല്ലേ? ഡ്യൂ ടു പെട്രിയാർക്കി, ദ സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ, സൊസൈറ്റി ഓപ്പൺ വാല്യൂ വിമൻസ് വർക്ക് ലെസ് ദാൻ മെൻസ് വർക്ക്. അല്ലേ? അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ പെട്രിയാർക്കൽ സിസ്റ്റമാണ്. പെട്രിയാർക്കൽ സിസ്റ്റം മീൻസ് മെയിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത്. അല്ലേ? അപ്പം ഈ ഒരു പെട്രിയാർക്കൽ സിസ്റ്റവും സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ, അല്ലേ, നമുക്ക് അറിയാം, ആര് ഏതൊക്കെ ജോബ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് എന്താണ്? നമ്മുടെ മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ളതാണ്. അല്ലേ? അപ്പം ഫീമെയിലിന് ഒരു പെർട്ടിക്കുലർ ജോബ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മെയിലിന് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ജോബ് അലോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അൺപെയ്ഡ് ആവാനുള്ള കാരണം?
due to patriarchy and sexual division of labor, society often valued women's work less than men's work. അല്ലേ? അപ്പം എപ്പോഴും മെൻ ചെയ്യുന്ന വർക്കിനാണ് കൂടുതൽ എന്ത് ചെയ്യാറുള്ളത്, സൊസൈറ്റി വാല്യൂ ചെയ്യുന്നത്. വിമൻ ചെയ്യുന്ന ജോബിന് പലപ്പോഴും വാല്യൂ ചെയ്യാറില്ല. അല്ലേ? വെൻ ദ എന്യൂമറേറ്റേഴ്സ് കളക്ട് ഇൻഫോർമേഷൻ ദേ യൂഷ്വലി ആസ്ക് മെയിൽ ഫാമിലി മെമ്പേഴ്സ് ഹൂ മേ ഇഗ്നോർ ഓർ അണ്ടർ എസ്റ്റിമേറ്റ് വിമൻസ് കോൺട്രിബ്യൂഷൻ. അല്ലെ? പിന്നെ എന്യൂമറേറ്റേഴ്സ് അല്ലെ, നമുക്കറിയാം സെൻസസിൻ്റെ ഒക്കെ റിപ്പോർട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ, ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളെടുത്ത് പലപ്പോഴും ഫാമിലിയിലെ മെയിൽ മെമ്പേഴ്സാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫോർമേഷൻ പറഞ്ഞു കൊടുക്കുക. അപ്പം പലപ്പോഴും എന്ത് ചെയ്യാണ്, വിമൻ്റെ കോൺട്രിബ്യൂഷൻ അവർ ഇഗ്നോർ ചെയ്യാണ്. മെയിൽ മെമ്പേഴ്സ് ഒരിക്കലും തന്നെ എന്യൂമറേറ്റേഴ്സ് ആയിട്ട് വരുന്ന ആളുകളോട് ഫീമെയിലിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യാറില്ല, പലപ്പോഴും ഹൈഡ് ചെയ്ത് വെക്കാറാണ്, പറയാറില്ല. ആസ് എ റിസൾട്ട് ദ വിമൻസ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ അണ്ടർ എന്യൂമറേറ്റഡ് ആൻഡ് അണ്ടർ വാല്യൂഡ് ഇൻ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്യൂമറേഷൻ ഓഫ് ദ വർക്ക്, അല്ലേ, ആ ഒരു സിസ്റ്റമാറ്റിക് ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരിക്കലും തന്നെ വിമൻ്റെ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യാറില്ല, വരാറില്ല. എന്യൂമറേഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന ഗവൺമെൻറ് സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലേ പല വർഷങ്ങളിലായിട്ട് ഡാറ്റ കളക്ട് ചെയ്യാറുണ്ട്. ആ ഡാറ്റയിൽ ഒരിക്കലും തന്നെ ആരുടെ കോൺട്രിബ്യൂഷൻ വരാറില്ല എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്, വിമൻ്റെ കോൺട്രിബ്യൂഷന് വരാറില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. രണ്ടാമത്തെ കോൺസെപ്റ്റാണ് ഡീസെൻറ്റ് വർക്ക്. Concept of decent work has introduced by International Labour Organization to promote opportunities for both men and women to obtain productive employment under the condition of freedom, equality and security and human dignity. അപ്പം ഡീസെൻറ്റ് വർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാൻ സാധിക്കും, ഈ ഒരു ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ബോത്ത് മെൻ ആൻഡ് വിമൻ. അല്ലെ? എന്തിനു വേണ്ടി? ടു ഒബ്റ്റെയിൻ പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെൻറ്റ്. അല്ലെ? അപ്പോൾ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ലഭിക്കാൻ വേണ്ടി UN അല്ലെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ പറയുന്ന ഡീസെൻറ്റ് വർക്ക് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഒബ്റ്റെയിൻ പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെൻറ്റ്. രണ്ടു പേർക്കും മാന്യമായിട്ട് സാലറി കിട്ടുന്ന ഒരു ജോബ് ലഭിക്കാൻ വേണ്ടി UN കൊണ്ടുവന്നിട്ടുള്ള, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അല്ലേ? അണ്ടർ ദ കണ്ടീഷൻ ഓഫ് ഫ്രീഡം, ഇക്വാലിറ്റി, സെക്യൂരിറ്റി ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി. അപ്പം ആ ഒരു ജോബിന് അവിടെ ഫ്രീഡം ഉണ്ടായിരിക്കണം, ഇക്വാലിറ്റി ഉണ്ടായിരിക്കണം, സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം, ഹ്യൂമൻ ഡിഗ്നിറ്റി ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഡീസെൻറ്റ് വർക്ക്. അല്ലേ? ഇനി നോക്ക് നിങ്ങൾ, the ILO, International Labour Organization, identified 4 important pillars of decent work. അല്ലെ? ഡീസെൻറ്റ് വർക്ക് ആയിരിക്കണമെങ്കിൽ ആ ഒരു വർക്കിന് ഉണ്ടായിരിക്കേണ്ട 4 പില്ലേഴ്സ് ആണ്, ക്വാളിറ്റീസ് ആണ്. എംപ്ലോയ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രൈസ്, റൈറ്റ് അറ്റ് വർക്ക്, അല്ലെ, വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് റൈറ്റ്സ് ഉണ്ടായിരിക്കണം, സോഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം, സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം, അല്ലെ, ഫ്രീഡം ഉണ്ടായിരിക്കണം, ഡയലോഗ്, അല്ലെ, ഫ്രീഡം ഉണ്ടായിരിക്കണം, കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടായിരിക്കണം. അല്ലെ? ഈ പറയുന്ന ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലാണ് അവിടെ എന്ത് വരുന്നത്, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ലഭിക്കുന്നത്. ദീസ് പില്ലേഴ്സ് എയിം ടു ക്രിയേറ്റ് എ ഫെയർ ആൻഡ് സസ്റ്റൈനബിൾ ആൻഡ് ഇക്വിറ്റബിൾ സൊസൈറ്റി, എസ്പെഷ്യലി ഫോർ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്. അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഈ ഒരു പില്ലേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? മാർജിനലൈസ്ഡ് ഗ്രൂപ്പുകൾക്ക്, അല്ലെ, വിമൻ ആവാം, അതുപോലെ തന്നെ അൺടച്ചബിൾ ആയിട്ടുള്ള ആളുകളാവാം, അല്ലേ, കാസ്റ്റ് ആവാം, അതുപോലെ തന്നെ കളേഴ്സിനനുസരിച്ചുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആവാം. ഇങ്ങനെയൊക്കെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള, ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ജോബ് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 4 പില്ലേഴ്സ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. ദി കോൺസെപ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് എംപ്ലോയ്മെൻറ്റ് ഷുഡ് നോട്ട് ഓൺലി പ്രൊവൈഡ് ഇൻകം ബട്ട് ഓൾസോ ഡിഗ്നിറ്റി, സേഫ്റ്റി ആൻഡ് ഇക്വാലിറ്റി ഫോർ ദ വർക്കേഴ്സ്. അല്ലേ? അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരു ഡീസെൻറ്റ് വർക്ക് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോപ്പറായിട്ടുള്ള ഹൈ സാലറി പ്രൊവൈഡ് ചെയ്യാനുള്ളത് മാത്രമല്ല, ജോബ് ചെയ്യുന്ന സ്ഥലത്ത് അവർക്ക് ഡിഗ്നിറ്റി ഉണ്ടായിരിക്കണം, സേഫ്റ്റി ഉണ്ടായിരിക്കണം, ഇക്വാലിറ്റി ഉണ്ടായിരിക്കണം. അപ്പം ഇൻകത്തോടൊപ്പം സേഫ്റ്റിയും ഇക്വാലിറ്റിയും ഡിഗ്നിറ്റിയും ഒക്കെ ലോവർ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിന് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഡീസെൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഫോർ വിമൻ അച്ചീവിങ് ഡീസെൻറ്റ് വർക്ക് ഈസ് മോർ ഡിഫിക്കൽട്ട് ബിക്കോസ് ദേ ആർ എക്സ്പെക്റ്റഡ് ടു കമ്പൈൻ പെയ്ഡ് എംപ്ലോയ്മെൻറ്റ് വിത്ത് അൺപെയ്ഡ് ഡൊമസ്റ്റിക് ആൻഡ് കെയർ ഗിവിങ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പം വിമനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡീസെൻറ്റ് വർക്ക് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഡീസെൻറ്റ് വർക്ക് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് എന്തല്ല, ഒരിക്കലും തന്നെ
എളുപ്പമുള്ള കാര്യമല്ല. അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. കാരണം എന്തുകൊണ്ടാണ്? ദേ ഹാവ് ടു പെർഫോം 2 ടൈപ്സ് ഓഫ് വർക്ക് ടുഗെദർ അല്ലെ? ഒരുമിച്ച് അവർ 2 ടൈപ്പ് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെ? എങ്ങനെ? ടു കമ്പൈൻ പെയ്ഡ് എംപ്ലോയ്മെന്റ് വിത്ത് അൺപെയ്ഡ് ഡൊമസ്റ്റിക് ആൻഡ് കെയർ ഗിവിംഗ് റെസ്പോൺസിബിലിറ്റീസ് അല്ലേ? അപ്പം നമുക്ക് കാണാം മെജോറിറ്റി വിമനും ഏതെങ്കിലും കമ്പനീസിലോ ഇൻസ്റ്റിറ്റ്യൂഷനിലോ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസ്, അൺപെയ്ഡ് ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസ്, വീട്ടിലുള്ള ജോബും കൂടെ, വീട്ടിലുള്ള ചൈൽഡ് കെയറിങ് ആയിരിക്കാം, അതുപോലെ തന്നെ കുക്കിംഗ് ആയിരിക്കാം അല്ല, ഇങ്ങനെ 2 ടൈപ്പ് ജോലികൾ ഒരേ സമയത്ത് ആര് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്? വിമൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡീസന്റ് വർക്ക് എന്ന ആ ഒരു കോൺസെപ്റ്റ് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ചിടത്തോളം? വിമനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് ഏറിയതായിരിക്കും. ഇനി മൂന്നാമത്തെ ടോപ്പിക്കാണ് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്. അപ്പോൾ നമുക്ക് കാണാം ഈ ഒരു സെയിം ടോപ്പിക് പ്രീവിയസ് ക്വസ്റ്റ്യൻ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് നോക്കാം സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്. സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് ഈസ് എ മേജർ ഇഷ്യൂ എഫക്റ്റിംഗ് ദ സേഫ്റ്റി, ഡിഗ്നിറ്റി ആൻഡ് ഇക്വാലിറ്റി ഓഫ് വിമൻ വർക്കേഴ്സ് അല്ലെ? നമുക്കറിയാൻ സാധിക്കും ഈ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്നത് ഈ വർക്കിംഗ് പ്ലേസിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്, പ്രോബ്ലം ആണ്. എന്ത്? ഈ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഇത് എന്തിനൊക്കെ ബാധിക്കുന്നുണ്ട്? അവരുടെ സേഫ്റ്റിയെ ബാധിക്കുന്നുണ്ട്, ഡിഗ്നിറ്റിയെ, ഇക്വാലിറ്റിയെ ഒക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട് അല്ലേ? ദാറ്റ് എക്സ്പ്ലെയിൻ ദാറ്റ് ഇറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് മെയിൽ പവർ റൂട്ടഡ് ഇൻ പെട്രിയാർക്കി ആൻഡ് ഓഫൺ ബിക്കംസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് വയലൻസ് എഗെയിൻസ്റ്റ് വിമൻ ഇൻ എവറിഡേ ലൈഫ്. അപ്പോൾ ഇത് നമ്മൾ കാണാൻ സാധിക്കും. ഈ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷൻ ഓഫ് മെയിൽ പവർ ആണ് അല്ലേ? അപ്പം മെയിൽ സ്വന്തം ഡോമിനേഷനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എന്ത്? ഈ പറയുന്ന സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ? നമുക്കറിയാം ഈ ഒരു പെട്രിയാർക്കൽ സിസ്റ്റത്തിൽ മെയിലാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പം ആ ഒരു ഡോമിനേഷനെ കാണിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? പലപ്പോഴും ഈ പെട്രിയാർക്കൽ സിസ്റ്റത്തിൽ സെക്ഷൽ ഹറാസ്മെന്റ് വരുന്നത് അല്ലേ? The women are targeted because their vulnerable position within workplaces and society അല്ലെ? നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഈ വിമൻ എപ്പോഴും ഈ സെക്ഷൽ ഹറാസ്മെന്റിന് വിധേയമാവാനുള്ള കാരണം എന്താ? അവരുടെ വൾണറബിൾ പൊസിഷൻ വിത്തിൻ ദി വർക്ക് പ്ലേസ് ആൻഡ് സൊസൈറ്റി അല്ലെ? അവർക്ക് നമുക്ക് കാണാൻ സാധിക്കും ഏത് കമ്പനിയിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും ഒക്കെ തന്നെ കീ പൊസിഷൻസുകളൊന്നും പലപ്പോഴും ആര് എത്താറില്ല? വിമൻ എത്താറില്ല. അവരെപ്പോഴും വൾണറബിൾ ആയിട്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, എളുപ്പത്തിൽ തന്നെ ടെർമിനേറ്റ് ചെയ്യപ്പെടാൻ ചാൻസ് ഉള്ള രൂപത്തിലുള്ള പൊസിഷനിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? ഒക്കുപ്പൈ ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ടാണ് പലപ്പോഴും അവർ സെക്ഷൽ ഹറാസ്മെന്റിന് എന്ത് ചെയ്യുന്നത്? ടാർഗറ്റ് ആയിട്ട് മാറുന്നത് അല്ലേ? ഇനി നോക്കൂ നിങ്ങൾ, ദ ലാൻഡ്മാർക്ക് ഓഫ് വിശാഖ ജഡ്ജ്മെന്റ് അല്ലെ? വിശാഖ ഇഷ്യൂവിൽ വന്നിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. നോക്കൂ നിങ്ങൾ, ആ ഒരു ജഡ്ജ്മെന്റ് എന്താ പറയുന്നത്? ഡിഫൈൻഡ് സെക്ഷൽ ഹറാസ്മെന്റ് ആസ് അൺവെൽക്കം സെക്ഷലി ഡിറ്റർമിൻഡ് ബിഹേവിയർ അല്ലേ? അപ്പം ആ ഒരു വിശാഖ ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട് എന്ത്? സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞാൽ അൺവെൽക്കം സെക്ഷലി ഡിറ്റർമിൻഡ് ബിഹേവിയർ. ആരുടെ ഭാഗത്തു നിന്നും എന്ത്? സെക്ഷലി അല്ലെങ്കിൽ സെക്ഷലായിട്ട് ഇവിടെ നമുക്ക് കാണാം അൺവെൽക്കംഡ് ആയിട്ടുള്ള എല്ലാ സെക്ഷൽ ബിഹേവിയറും അല്ലെ? സെക്ഷുവാലിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന രൂപത്തിലുള്ള ഏത് ബിഹേവിയറും എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്? സെക്ഷൽ ഹറാസ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പം അൺവെൽക്കംഡ് ആയിട്ടുള്ള ഏത് സെക്ഷൽ ബിഹേവിയർ ആരുടെ ഭാഗത്തു നിന്നും വന്നാലും അത് സെക്ഷൽ ഹറാസ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും അല്ലെ? അപ്പം ഏതൊക്കെയാണ് ഈ ഒരു സെക്ഷൽ ഹറാസ്മെന്റിൽ ഉൾക്കൊള്ളുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ലാൻഡ്മാർക്ക് വിശാഖ ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട് ഏതൊക്കെ കാര്യങ്ങളാണ് സെക്ഷൽ ഹറാസ്മെന്റ് കാറ്റഗറിയിൽ പെടുന്നത്. അപ്പം നോക്കാം, ഫിസിക്കൽ കോണ്ടാക്ട് ആൻഡ് അഡ്വാൻസസ് അല്ലെ? ഫിസിക്കൽ കോണ്ടാക്ട് ആൻഡ് അഡ്വാൻസുകൾ ഹറാസ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഡിമാൻഡ്സ് ഓർ ദ റിക്വസ്റ്റ് ഫോർ സെക്ഷൽ ഫേവർ അല്ലെ? അപ്പോൾ സെക്ഷൽ റിലേഷൻഷിപ്പിന് വേണ്ടി ഡിമാൻഡ് ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുന്നതൊക്കെ സെക്ഷൽ ഹറാസ്മെന്റ് ആണ്. സെക്ഷലി കളേർഡ് റിമാർക്സ് അല്ലെ? സെക്ഷലി കളേർഡ് ഉള്ള റിമാർക്സുകൾ, കമന്റ്സുകളൊക്കെ. ഷോയിങ് പോണോഗ്രഫി അല്ലെ? പോണോഗ്രഫി കാണിക്കുന്നത്. വെർബൽ, നോൺ വെർബൽ, ഫിസിക്കൽ കോണ്ടാക്ട് ഓഫ് എ സെക്ഷൽ നേച്ചർ അല്ലെ? അപ്പോൾ ഇതൊക്കെ സിഗ്നൽ കാണിക്കുന്നത്, സിമ്പിൾസ് കാണിക്കുന്നതൊക്കെ തന്നെ സെക്ഷൽ ഹറാസ്മെന്റിന്റെ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ സുപ്രീം കോർട്ട് സ്റ്റേറ്റഡ് ദാറ്റ് സെക്ഷൽ ഹറാസ്മെന്റ് വയലേറ്റ്സ് ദ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് വിമൻ അല്ലെ? അപ്പം സുപ്രീം കോടതി ഒരു വിമന്റെ ബേസിക് റൈറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? വയലേഷൻ ആയിട്ട് സെക്ഷൽ ഹറാസ്മെന്റിനെ കാണുന്നുണ്ട്. ഇറ്റ് ഓൾസോ ഡയറക്റ്റഡ് എംപ്ലോയേഴ്സ് ടു എൻഷ്യൂർ എ സേഫ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഫ്രീ വർക്കിംഗ് എൻവയറമെന്റ്. അപ്പം നമുക്ക് കാണാം സുപ്രീം കോർട്ട് ഒരു ഓർഡർ വന്ന സമയത്ത്, വിശാഖ ഓർഡർ വന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? എംപ്ലോയീസ് എൻഷ്യൂർ ചെയ്യുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ? എംപ്ലോയർ ജോബ് കൊടുക്കുന്ന കമ്പനീസ് എൻഷ്യൂർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കൂ. ഇറ്റ് ഓൾസോ ഡയറക്റ്റഡ് എംപ്ലോയേഴ്സ് ടു എൻഷ്യൂർ സേഫ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഫ്രീ വർക്കിംഗ് എൻവയറമെന്റ്. ഇതാരുടെ ഉത്തരവാദിത്തമാണ്? എംപ്ലോയർ അല്ലെ? കമ്പനീസിന്റെ ജോബ് നൽകുന്ന ആളുടെ ഉത്തരവാദിത്തമാണ്
സേഫും ഡിസ്ക്രിമിനേഷൻ ഫ്രീ ആയിട്ടുള്ള എൻവയറമെൻറ്റ് വിമന് ഓഫർ ചെയ്യാനുള്ളത്. അക്കോർഡിംഗ് ടു ഗൈഡ് ലൈൻസ് എവറി വർക്ക് പ്ലേസ് മസ്റ്റ് ഫോം കംപ്ലയിൻസ് കമ്മിറ്റി വിത്ത് അറ്റ്ലീസ്റ്റ് 50% വിമൻ മെമ്പേഴ്സ് ആൻഡ് എ വിമൻ ചെയർപേഴ്സൺ. അപ്പം പറയുന്നുണ്ട്, ഇവരുടെ ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്, ഈ ഒരു കോർട്ട് ഓർഡർ പുറപ്പെടുവിച്ച ആ ഒരു ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്, ഏത് വർക്ക് പ്ലേസിലും കമ്പനീസിലും ഒരു കംപ്ലയിൻറ്റ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. ആ കമ്മിറ്റിയിൽ 50% വിമൻ മെമ്പേഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഒരു വിമൻ ചെയർപേഴ്സൺ ആയിരിക്കണം അല്ലേ. ആൻ എക്സ്റ്റേണൽ മെമ്പർ ഫ്രം എ സോഷ്യൽ ഓർഗനൈസേഷൻ ഷുഡ് ബി ഓൾസോ ഇൻക്ലൂഡഡ് അല്ലേ. അപ്പം പിന്നെ ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്, ഒരു എക്സ്റ്റേണൽ മെമ്പേഴ്സും ഓർഗനൈസേഷൻ്റെ പുറത്തുനിന്ന്, കമ്പനിയുടെ പുറത്തുനിന്നുള്ള ഒരാളും ഈ ഒരു കമ്മിറ്റിയിൽ മെമ്പർ ആയിരിക്കണം. എംപ്ലോയേഴ്സ് മസ്റ്റ് ഡിസ്പ്ലേ അവയർനെസ് ഗൈഡ് ലൈൻസ്, ഫോർമുലേറ്റ് ആൻറ്റി സെക്ഷൽ ഹറാസ്മെൻറ്റ് പോളിസീസ് ആൻഡ് ക്രിയേറ്റ് പ്രോപ്പർ കംപ്ലയിൻറ്റ് മെക്കാനിസം. അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് മെക്കാനിസം കൊടുക്കണം. എങ്ങനെ കംപ്ലയിൻറ്റ്, ആർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കണം, ആരൊക്കെയാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത്, ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് മെക്കാനിസം വേണം. അതുപോലെ തന്നെ ആൻറ്റി സെക്ഷൽ ഹറാസ്മെൻറ്റ് പോളിസീസ് ഒക്കെ കറക്റ്റായിട്ട് ആ പോളിസി ഫോം ചെയ്ത് ആളുകൾ കാണുന്ന രൂപത്തിൽ അത് ഡിസ്പ്ലേ ചെയ്യണം. അതുപോലെ തന്നെ ക്രിയേറ്റ് എ പ്രോപ്പർ കംപ്ലയിൻറ്റ് മെക്കാനിസവും ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഇനി ബാക്കി വരുന്ന ടോപ്പിക്കുകൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. എനിവേ നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.